കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹട്ട എന്ന് പറയുന്ന ഗ്രാമങ്ങളിൽ പോകാനും അവിടെ ശുശ്രൂഷിക്കാനും കർത്താവ് അനുവദിച്ചു. കർത്താവിൻ്റെ ഫേവർ, കരുണ കൂടെ ഉണ്ടായിരുന്നു. വളരെ ഉൾഗ്രാമങ്ങളിൽ നടന്ന മീറ്റിങ്ങുകളാണ്. അവിടുത്തെ മെസ്സേജാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഓവർ ടു ഹട്ട ഫോർ ടുഡേയ്സ് മീറ്റിംഗ്. I want every one of you to pray that when you listen the word, let your heart be opened, that you will understand the word. നാം ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുറന്ന് കേട്ട വചനം മനസ്സിലാക്കേണ്ടതിന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Many a time what happens is we listen to the word and we go back. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ വചനം കേൾക്കും പക്ഷെ മറന്നുപോകും. I can preach the whole night but you will understand nothing. രാത്രി മുഴുവൻ ഞാൻ പ്രസംഗിച്ചാലും നിങ്ങൾക്കൊന്നും തന്നെ മനസ്സിലാകയില്ല. Unless Father opens our heart, we cannot understand. പിതാവ് ഹൃദയങ്ങളെ തുറക്കുന്നില്ല എങ്കിൽ നമുക്കൊന്നും തന്നെ മനസ്സിലാകയില്ല. You can have the best preachers all over the world. ലോകമെമ്പാടും നിന്ന് നല്ല ഉന്നതന്മാരായ പ്രസംഗകരെ നിങ്ങൾക്ക് കിട്ടിയേക്കാം. But unless you pray, Father, open my heart, the heart won't open. പിതാവേ എൻ്റെ ഹൃദയം തുറക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഹൃദയം തുറക്കയില്ല. Come on, pray like this. Father, open my heart. വാ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ എൻ്റെ ഹൃദയം തുറക്കണമേ. That as I am hearing the word, let me hear your word from the word that I am listening. കർത്താവേ, ഞാൻ ഇന്ന് വചനം കേൾക്കുമ്പോൾ നീ പറയുന്നത് നിന്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ എന്നെ സഹായിക്കണമേ. Matthew 11 and verse 2. മത്തായി 11 രണ്ടാമത്തെ വാക്യം. John heard in the prison about the works of Christ. He sent 2 of his disciples and said to him, "Are you the coming one, or do we look for another?" യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ച്, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവൻ മുഖാന്തരം അവനോട് ചോദിച്ചു. I would have ignored this question if it was someone going on the road asking Jesus, "Are you the one?" വഴിയെ പോകുന്നവരാരെങ്കിലും യേശുവേ നീയാണോ ആ വ്യക്തി എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ ആ ചോദ്യത്തെ തന്നെ അവഗണിച്ചേനെ. Just imagine Jesus, the hero of his time. ഒന്ന് ആലോചിച്ച് നോക്കിയേ, യേശു എന്നാൽ ആ കാലഘട്ടത്തിന്റെ വലിയൊരു ഹീറോയാ. Whenever he comes, thousands are gathering. താൻ വരുന്നിടത്തെല്ലാം ആയിരങ്ങളാ തനിക്ക് ചുറ്റിനും കൂടുന്നത്. And in between that, there is someone who has sent 2 of his disciples and asking him, "Are you the coming one, or shall we look for another?" അതിന്റെ മധ്യത്തിൽ ഒരാൾ തന്റെ ശിഷ്യന്മാരെ അയച്ച് ഇങ്ങനെ ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീ തന്നെയാണോ, അതോ മറ്റൊരുവനെ ഞങ്ങൾ കാത്തിരിക്കണമോ? Just imagine. ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. And this is not an ordinary man. ഇതൊരു സാധാരണ വ്യക്തിയല്ല. His name is John the Baptist. തന്റെ പേര് യോഹന്നാൻ സ്നാപകൻ എന്നാണ്. John the Baptist, who was anointed when he was in the womb. താൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് യോഹന്നാൻ സ്നാപകൻ. And his job was to show who Jesus is to the whole world. തന്റെ ഉത്തരവാദിത്വമോ മുഴു ലോകത്തിനും യേശുവിനെ കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. And this is not an ordinary man. ഇതൊരു സാധാരണ വ്യക്തിയല്ല. He baptized Jesus. താൻ യേശുവിനെ തന്നെ സ്നാനപ്പെടുത്തിയ വ്യക്തിയാണ്. And he saw the heaven open and the dove come upon him, and he heard the Father say, "This is my son." സ്വർഗം തുറക്കുന്നതും പ്രാവിറങ്ങി വരുന്നതും കാണുകയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ശബ്ദം കേൾക്കുകയും ചെയ്ത വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. Mr. John, what happened to you? പ്രിയ യോഹന്നാനെ, നിനക്ക് എന്താ സംഭവിച്ചത്? You saw him, you heard him, you baptized him. Now some doubt has come inside of you. നീ അവനെ കണ്ടു, നീ അവനെ കേട്ടു, നീ അവനെ സ്നാനമേൽപ്പിച്ചു, പക്ഷെ എന്തുകൊണ്ടാണ് നിന്റെ ഹൃദയത്തിൽ എന്തോ ഒരു സംശയം വന്നിരിക്കുന്നത്? Many a time what happens is when we come out for Jesus, we are on fire, but when things go not that good, we also doubt, have we taken the right step? പലപ്പോഴും സംഭവിക്കുന്നത് ഇതാണ്. യേശുവിനെ അറിഞ്ഞ് നമ്മൾ വളരെ ഉത്സാഹത്തോടെ മുമ്പോട്ട് കുതിക്കും, എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും സംശയം വരും. We also start asking, have I taken the right decision? നമ്മളും ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ ഞാൻ ശരിയായ തീരുമാനമാണോ എടുത്തത്? Is it true that this is a savior? ഇത്
രക്ഷകൻ തന്നെയാണോ, ഇത് സത്യമാണോ എന്ന് നമ്മൾ ചോദിക്കും. Or was my older beliefs better? അതോ എൻ്റെ പഴയ വിശ്വാസ രീതികളൊക്കെ തന്നെയായിരുന്നോ ശരിയായിട്ടുള്ളത്? Oh, they are asking, oh, should I have had taken this decision? ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നവർ തിരിഞ്ഞു ചോദിക്കുന്ന അനുഭവം ഉണ്ടാകും. Is Jesus still over there? ഈ യേശു അവിടെ തന്നെ ഇപ്പോഴും ഉണ്ടോ? Times we pray and feel that the heaven is closed for us. ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അടഞ്ഞു കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും. What is happening? എന്താണ് ഈ സംഭവിക്കുന്നത്? This question comes to a man who was anointed from the womb. ആ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അഭിഷേകം പ്രാപിച്ച ഒരുവന്റെ ഹൃദയത്തിലാണ് ഇങ്ങനെ ഒരു സംശയം വന്നിരിക്കുന്നത്. What was the reason for that? എന്താണ് ഇതിനുള്ള കാരണം? The Bible says വേദപുസ്തകം പറയുന്നു, John heard about the works of Christ. യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് യോഹന്നാൻ കേട്ടപ്പോൾ, John did not have any doubt about the preaching of Jesus. യേശുവിന്റെ പ്രസംഗത്തെ കുറിച്ച് യോഹന്നാന് ഒരു സംശയവുമില്ല. But when he heard the works of Christ, he had no doubt in his mind. ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് താൻ കേട്ടപ്പോൾ തന്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഇതാ സംശയം വന്നിരിക്കുകയാണ്. Why? എന്തുകൊണ്ട്? Why? എന്തുകൊണ്ട്? It was because John had been brought up in the law which taught that lepers had to be stoned to death. കാരണം യോഹന്നാൻ പഠിച്ച ന്യായപ്രമാണമാ അതിങ്ങനെയാ പറയുന്നത്, കുഷ്ഠരോഗികളെ കല്ലെറിഞ്ഞു കൊല്ലണം. The lepers are unclean. കുഷ്ഠരോഗികൾ അശുദ്ധന്മാരാണ്. They should be out of the society. അവരെ സമൂഹത്തിൽ നിന്ന് വെളിയിൽ ആക്കണം. But here was Jesus. എന്നാൽ ഇവിടെ ഇതാ യേശു. When he came, അവൻ വന്നപ്പോൾ and the leper said, "Please heal me." കുഷ്ഠരോഗികൾ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞപ്പോൾ Jesus did not say, "Hey, get away from me." ഓ എന്നിൽ നിന്ന് വിട്ടുപോ, മാറിപ്പോ എന്ന് യേശു പറഞ്ഞില്ല. No, he touched the leper. യേശു കുഷ്ഠരോഗികളെ തൊട്ടു. And the leper got healed. അങ്ങനെ കുഷ്ഠരോഗി സൗഖ്യമായി. But the law of Moses said that the leper had to be stoned to death. എന്നാൽ മോശയുടെ ന്യായപ്രമാണം എന്താ പറയുന്നത്? കുഷ്ഠരോഗിയെ കല്ലെറിഞ്ഞു കൊല്ലണം. Oh, Mr. John the Baptist, പ്രിയ യോഹന്നാൻ സ്നാപകനെ, you still are thinking about the law when grace and truth is standing in front of you. കൃപയും സത്യവും നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ നീ ന്യായപ്രമാണത്തെ ചിന്തിച്ചുകൊണ്ട് ഇപ്പോഴും നടക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. John could not conceive the love of God. ദൈവത്തിന്റെ സ്നേഹത്തെ ഉൾക്കൊള്ളുവാൻ യോഹന്നാൻ അപ്പോഴും കഴിഞ്ഞിട്ടില്ല. Law of Moses said, മോശയുടെ ന്യായപ്രമാണം പറയുന്നു, a woman comes to the society with the flow of blood. രക്തസ്രവം മൂലം ഒരു സ്ത്രീ സമൂഹത്തിലേക്ക് കടന്നു വന്നാൽ She is unclean. അവൾ അശുദ്ധയാണ്. But here is a woman എന്നാൽ ഇവിടെ ഇതാ ഒരു സ്ത്രീ who came to Jesus, യേശുവിന്റെ അരികിൽ വരികയാണ്. touched Jesus. യേശുവിനെ തൊട്ടു. Jesus did not say, യേശു ഇങ്ങനെ പറഞ്ഞില്ല, "Hey, I have become unclean. ഞാൻ അശുദ്ധനായിരിക്കുന്നു, Why did you touch me?" നീ എന്തിനാ എന്നെ തൊട്ടത്? Jesus did not say. യേശു അങ്ങനെ പറഞ്ഞില്ല. But Jesus said, പക്ഷെ യേശു പറഞ്ഞു, "Your faith has made you whole." നിന്റെ വിശ്വാസം നിന്നെ പൂർണ്ണയാക്കിയിരിക്കുന്നു. Oh, this I cannot understand, Jesus. ഓ ഈ യേശുവിനെ എനിക്ക് മനസ്സിലാകുന്നില്ല. Oh, Jesus, but Moses said, "Kill this woman." യേശുവെ പക്ഷെ മോശ പറഞ്ഞത് ഈ മകളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണല്ലോ. Oh, they are unclean. അവർ അശുദ്ധയാണല്ലോ. They are very clean and നാം holy. എല്ലാവരും വളരെ ശുദ്ധിയുള്ളവരും We വിശുദ്ധന്മാരുമാണ്. are very, very holy people. നാം വളരെ വിശുദ്ധന്മാരാണ്. No one unclean should touch us. ഓ അശുദ്ധരായിട്ടുള്ളവർ ആരും നമ്മളെ തൊടുവാൻ That പാടില്ല. is what Moses said. അങ്ങനെയാണല്ലോ മോശ But പറഞ്ഞിരിക്കുന്നത്. is what was in the heart of John. ഇതായിരുന്നു ഈ ചിന്തയായിരുന്നു യോഹന്നാന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. He thought that God is a cruel God. താൻ വിചാരിച്ചു ദുഷ്ടനായ ഒരു ദൈവമാണ് ഈ ദൈവം. Thought that God is a God who punishes. ശിക്ഷിക്കുന്ന ഒരു ദൈവമാണ് ഈ ദൈവമെന്ന് താൻ വിചാരിച്ചു. But here he saw Jesus എന്നാൽ ഇവിടെ ഈ താൻ യേശുവിനെ കാണുകയാണ്. touching the leper. കുഷ്ഠരോഗിയെ തൊടുന്നു. The woman of blood flow touching her. രക്തസ്രവക്കാരി തന്നെ തൊടുന്നു. He saw opposite to what he had known. താൻ അറിഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. Oh, the love of Jesus. യേശുവിന്റെ സ്നേഹം താൻ അവിടെ കാണുകയാണ്. Hallelujah. Hallelujah. Oh, woman caught in the act of adultery. ആ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ. Oh, the Bible says Moses said, "Kill her." വേദപുസ്തകത്തിൽ മോശ പറയുന്നു അവളെ കൊല്ലുക. Oh, but here was a woman caught in the very act of adultery. എന്നാൽ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ ഇതാ ഇവിടെ വന്നിരിക്കുന്നു.
And here she was brought in front of Jesus. യേശുവിന്റെ മുമ്പാകെ അവളെ അവർ കൊണ്ടുവന്നു. And the people were having stones with them. കൊണ്ടുവന്നവരുടെ കയ്യിലെല്ലാം കല്ലുകൾ കരുതിയിരിക്കുക. They were going to say 1, 2 and 3 and kill her. 1, 2, 3 എന്ന് പറഞ്ഞ് അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ തയ്യാറായി നിൽക്കുന്നു. They are saying to Jesus, come on, tell the law. അവർ യേശുവിനോട് പറയുക, നീ ന്യായപ്രമാണം പറയേ, Tell us to kill her. അവളെ കൊല്ലുവാൻ നീ ഞങ്ങളോട് കൽപ്പിക്ക്. But something unexpected happened. എന്നാൽ പ്രതീക്ഷിക്കാത്ത ഒന്ന് അവിടെ സംഭവിക്കുകയാണ്. Jesus stooped down and sat with her. യേശു കുനിഞ്ഞ് അവളുടെ കൂടെ ഇരുന്നു. Hallelujah. Hallelujah. Hey, don't you know she is a sinner? അവളൊരു പാപിയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? How can you sit with her? നിനക്ക് എങ്ങനെ അവളോട് കൂടെ ഒപ്പം ഇരിക്കാൻ Never, കഴിയുന്നു? never. You should not sit with her. Kill her. നീ അവളുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല, കൊല്ലവളെ. Oh, but here was Jesus. എന്നാൽ ഇവിടെ ഇതാ യേശു Looked at her. അവളെ നോക്കുന്നു. Oh, became as her. അവളെ പോലെ തന്നെയായിരുന്നു. I will not punish you. പറഞ്ഞു, ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുകയില്ല. Go, sin no more. പോക, ഇനി പാപം ചെയ്യരുത്. Hey, Jesus. ഓ യേശുവേ, I cannot understand this. എനിക്കിത് മനസ്സിലാകുന്നില്ല. Hallelujah. Hallelujah. John the Baptist, in his heart, could not understand the reality of God. യോഹന്നാൻ സ്നാപകന് ദൈവത്തിന്റെ വസ്തുത, ദൈവം എന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. He could not conceive that God could forgive. ദൈവത്തിന് ക്ഷമിക്കുവാൻ കഴിയുമെന്നുള്ളത് ഉൾക്കൊള്ളുവാൻ തനിക്ക് കഴിയുന്നില്ല. God is very strict. ദൈവം വളരെ കർക്കശക്കാരനാണ്. He'll tear you apart. അവൻ നിന്നെ കീറിക്കളയും. But here is Jesus, എന്നാൽ ഇവിടെ ഇതാ യേശു not tearing anybody, but touching and healing and loving people. ആരെയും കീറിക്കളയാതെ ചീന്തിക്കളയാതെ തൊട്ട് എല്ലാവരെയും സൗഖ്യമാക്കുന്നു. Hallelujah. 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 The Bible says, വേദപുസ്തകം പറയുന്നു, no one has ever seen God. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. The only one who was with him came and revealed who God was. അവനോട് കൂടിയായിരുന്നവൻ മാത്രം ഇതാ ഇറങ്ങി വന്ന് ദൈവമാരെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. And his name is Jesus. ആ പേരത്ര യേശു. ലോകമെങ്ങും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് പ്രോഗ്രാമിൻ്റെ പ്രേക്ഷകരല്ല നിങ്ങളാരും, മറിച്ച് നമ്മളെല്ലാവരും ചേർന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തിന് കൊടുക്കുന്നത്. കർത്താവായ യേശുവിൻ്റെ അന്ത്യകൽപ്പന, ഗ്രേറ്റ് കമ്മീഷൻ, ഓരോ വിശ്വാസിയോടുള്ള കമ്മീഷനാണ്. നിങ്ങൾ അറിഞ്ഞ വിടുതൽ, നിങ്ങൾക്ക് ലഭിച്ച രക്ഷ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക. പൗലുസ്ലിഹ പറയാണ്, യഹൂദന്മാർക്കും യവനന്മാർക്കും ജ്ഞാനികൾക്കും എല്ലാവർക്കും ഞാൻ കടക്കാരനാണ്. ഞാൻ വേറൊരാളോട് സുവിശേഷം അറിയിക്കാതിരിക്കുമ്പോൾ, എനിക്ക് കിട്ടിയ ഈ രക്ഷ വേറൊരാൾക്ക് പങ്കിടാതിരിക്കുമ്പോൾ ഞാൻ കടക്കാരനാണ്. ഓരോ വിശ്വാസിയും കടക്കാരാണ്. നമ്മുടെ കടം എങ്ങനെ വീട്ടാം? ഒരാളോടുകൂടെ സുവിശേഷം അറിയിക്കുമ്പോൾ. ഈ മിഷൻ മന്തുകളിൽ നമുക്ക് പല നിലകൾ ചെയ്യാൻ പറ്റും. ഒന്ന്, ഒരാളെ കൂടെ ഒരു പ്രോഗ്രാം കാണാനായി അവർക്ക് പരിചയപ്പെടുത്താം. രണ്ട്, ഒരു തീരുമാനമെടുക്കാം, ഈ TV പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൂന്ന്, TV പ്രോഗ്രാമിനെ നമ്മുടെ ഈ കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലെ ഹെവൻലി ഫീസ്റ്റിൻ്റെ ഈ മിഷൻ മന്തിൽ സാമ്പത്തികമായി നമുക്ക് കൊടുക്കാം. അതെ, അനേകർ കഴിഞ്ഞ നാളുകളിൽ കൊടുത്തത് കൊണ്ടാണ് ലോകമെങ്ങും ഈ പ്രോഗ്രാം ചെല്ലുകയും അനേകരുടെ വിടുതലിനും അനേക വ്യക്തികൾ രക്ഷ കണ്ടെത്തുവാൻ, നിത്യജീവൻ കണ്ടെത്താനിടയായത്. TV പോലെ ഇതുപോലെ എല്ലാ ഭവനങ്ങളിലും കടന്നു ചെല്ലാൻ കഴിയുന്ന സുവിശേഷത്തിൻ്റെ മറ്റ് ഒരു മാർഗവുമില്ല. അത്രയ്ക്ക് ദൈവം ഉപയോഗിക്കുകയാണ് ഈ മീഡിയയെ. സോ നമുക്ക് കൊടുക്കാം. മിഷൻ മന്തുകളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ഇത് വെച്ചത് നിങ്ങളും ഞാനും നമ്മളെല്ലാവരും ഈ വലിയ വേലയിൽ കൊടുക്കും. നിങ്ങളിതുവരെ മിഷൻ മന്തിൽ പങ്കാളിയായില്ലെങ്കിൽ ദിസ് ഈസ് ദ ടൈം. വലിയ തുകയാകട്ടെ ചെറിയ തുകയാകട്ടെ നമുക്കൊന്ന് സഹകരിക്കാം. നമുക്ക് വേറൊരാളുടെയും കൂടെ അടുക്കൽ സുവിശേഷം എത്തിക്കാനായി നിങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങളും കൊടുക്കാൻ പോവാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിച്ച് ദൈവവേലയിൽ കൊടുക്കാം. മിഷൻ മന്തിൽ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന തുകകൾ എങ്ങനെ കൊടുക്കാം, എങ്ങനെ അയക്കാം, അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കിട്ടും. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സിൽ പങ്കാളിയാകുക. Hallelujah. Hallelujah. Only the one who
was with him came here and displayed God. അവനോട് കൂടി ആയിരുന്നവൻ മാത്രം ഈ ഭൂമിയിൽ വന്ന് ദൈവത്തെ നമുക്ക് വേണ്ടി കാട്ടിത്തന്നു. Moses, have you seen God? മോശേ, നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? How can you talk about God without seeing him? ദൈവത്തെ കാണാതെ നിനക്ക് എങ്ങനെ ദൈവത്തെ കുറിച്ച് പറയുവാൻ കഴിയും? No one has seen God. ആരും ദൈവത്തെ കണ്ടിട്ടില്ല. Only one ഒരുവൻ മാത്രം, who was with him, അവനോട് കൂടെയിരുന്നവൻ, who came here അവൻ ഇവിടെ and വന്നിരിക്കുന്നു. showed the whole world. മുഴു ലോകത്തെയും കാട്ടി തന്നു. God has no religion. ദൈവത്തിനൊരു മതമില്ല. God is a lover. ദൈവം സ്നേഹവാനത്രേ. God is only one and he is a giver. അവൻ ഏകൻ മാത്രമാ, അവൻ നൽകുന്നവനാ. Hallelujah. Hallelujah. You and me, who are filled with the Holy Spirit, are here to show the power what is in Jesus Christ. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട നിങ്ങളും ഞാനും യേശു ക്രിസ്തുവിൽ ഏത് ശക്തിയാണോ അത് നമുക്ക് ലോകത്തിന് വെളിപ്പെടുത്താം. is not the God of Christian. യേശു ക്രിസ്തു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല. He is the savior of the whole world. അവൻ മുഴു ലോകത്തിന്റെയും രക്ഷകനത്രേ. Hallelujah. Hallelujah. My Jesus never said I love Christians more. He loves people more. ക്രിസ്ത്യാനികളെ ഞാൻ അധികമായി സ്നേഹിക്കുന്നു എന്ന് യേശു പറഞ്ഞിട്ടില്ല. അവൻ മനുഷ്യനെയാ സ്നേഹിക്കുന്നത്. The Bible never say for God so loved Christians. The Bible said for God so loved the world. വേദപുസ്തകം പറയുന്നത് ക്രിസ്ത്യാനികളെ ദൈവം സ്നേഹിച്ചു എന്നല്ല, മറിച്ച് ലോകത്തെ മുഴുവനായി സ്നേഹിച്ചു എന്നത്രേ പറയുന്നത്. Hallelujah. Hallelujah. It is not going to be by chance that I am preaching here. അബദ്ധവശാലല്ല ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. Who is Jesus? ആരാകുന്നു യേശു? Jesus is the glory of God. ദൈവത്തിന്റെ തേജസ് അത്രേ യേശു. When we preach Jesus, നാം യേശുവിനെ പ്രസംഗിക്കുമ്പോൾ glory of God will come upon Hatta. ദൈവത്തിന്റെ തേജസ് ഈ ഹട്ടയുടെ മേൽ വരും. And when the glory of God comes upon Hatta, ഹട്ടയുടെ മേൽ ദൈവ തേജസ് ഇറങ്ങി വരുമ്പോൾ the farmers will be blessed. കൃഷിക്കാർ അനുഗ്രഹിക്കപ്പെടും. Everywhere there will be blessing. എല്ലായിടത്തും അനുഗ്രഹങ്ങൾ ഉണ്ടാകും. People will be blessed. ജനം അനുഗ്രഹിക്കപ്പെടും. That is why the Bible says അതുകൊണ്ട് അത്ര വേദപുസ്തകം പറയുന്നു, God sent his son Jesus to bless everybody. തന്റെ പുത്രനായ യേശുവിനെ ദൈവം അയച്ചത് സർവ്വ ജനത്തെയും അനുഗ്രഹിക്കേണ്ടതിനായിട്ടത്രേ. Hallelujah. 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 Bible never talks about a religion. ഒരു മതത്തെക്കുറിച്ചും വേദപുസ്തകം സംസാരിക്കുന്നില്ല. When Jesus came, religion wanted to stop Jesus. യേശു വന്നപ്പോൾ മതങ്ങളെല്ലാം യേശുവിനെ തടയുവാനാണ് ആഗ്രഹിച്ചത്. Because the religion was making money out of telling people God is not what you think. God is our contract. ദൈവം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല, ദൈവം ഞങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളുടെ ഒരാളാണെന്ന് പറഞ്ഞ് ധാരണ കൊടുത്ത് ജനത്തെ പിഴിഞ്ഞ് പണമുണ്ടാക്കുവാനാണ് മതങ്ങൾ ശ്രമിക്കുന്നത്. No one had ever seen God. ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. John the Baptist. യോഹന്നാൻ സ്നാപകൻ. Problem with you is നിങ്ങളുടെ പ്രശ്നം ഇതാണ്, you have not understood God. നിങ്ങൾക്ക് ദൈവത്തെ മനസ്സിലായിട്ടില്ല. Oh, Jesus displayed God, that God is love. ദൈവം സ്നേഹമെന്ന് ദൈവത്തെ യേശു കർത്താവ് പ്രദർശിപ്പിച്ചു. Shout and say, God is love. ദൈവം സ്നേഹമെന്ന് ആർത്തു വിളിച്ചു പറഞ്ഞാട്ടെ. God is. Hallelujah. Hallelujah. That is why a natural man cannot understand God. അതുകൊണ്ടാണ് ഒരു സാധാരണ മനുഷ്യന് ദൈവത്തെ മനസ്സിലാകാത്തത്. Because our mind is so limited that we cannot understand God, the supernatural, the unlimited. നമ്മുടെ മനസ്സ് ചുരുങ്ങിയതായതുകൊണ്ട് അസാധാരണനായ പരിമിതികളില്ലാത്ത ദൈവത്തെ നമുക്ക് മനസ്സിലാകുന്നില്ല. This is why when a man called Nicodemus came to Jesus, അതുകൊണ്ടാണ് നിക്കോദിമോസ് എന്ന പേരായവൻ യേശുവിന്റെ അരികിൽ വന്നപ്പോൾ Jesus said, യേശു പറഞ്ഞു, you think all this is about the kingdom, but to see the kingdom you have to be born again. ഇതെല്ലാം ദൈവരാജ്യമാണ്, പക്ഷേ ഈ രാജ്യം കാണണമെങ്കിൽ നീ വീണ്ടും പുതുതായി ജനിക്കണം. Inner man should be born again to see who real God is. വാസ്തവത്തിലുള്ള ദൈവത്തെ കാണണമെങ്കിൽ നിന്റെ അകത്തെ മനുഷ്യൻ വീണ്ടും ജനിക്കണം. Because Jesus said those who are born in the flesh are flesh. കാരണം യേശു പറഞ്ഞു, ജഡത്തിൽ നിന്ന് ജനിച്ചവനെല്ലാം ജഡമാകുന്നു. But those who are born of the Spirit are spirit. എന്നാൽ ആത്മാവിൽ നിന്ന് ജനിച്ചവനോ ആത്മാവാകുന്നു. Hallelujah. Hallelujah. We are moving into a supernatural realm when we understand who God the Father is. നാം ഒരു അതിമാനുഷികമായ തലത്തിലേക്ക് ചലിച്ചാലേ പിതാവാം ദൈവത്തെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. Who are you, Jesus?
യേശുവേ നീ ആരാണ്? Why are you here on this earth? എന്തിനാണ് നീ ഈ ഭൂമിയിൽ വന്നത്? Oh, the answer is very simple. അതിന്റെ മറുപടി വളരെ ലളിതമാണ്. That Jesus wanted to remove the ignorance about God. ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത മാറ്റുവാൻ യേശു ആഗ്രഹിച്ചു. Jesus is never against any denomination. Jesus is never against any religion. He wants to reveal who God is so that our ignorance about God is gone. യേശു ഒരു സഭയ്ക്കുമെതിരല്ല, യേശു ഒരു മതത്തിനുമെതിരല്ല. നമ്മുടെ അജ്ഞതയെ മാറ്റി നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് തരാനാണ് യേശു ആഗ്രഹിക്കുന്നത്. That he is love. അവൻ സ്നേഹം തന്നെ. Many of you are expecting a healing tonight. എത്ര പേർ ഇന്ന് രാത്രി ഒരു സൗഖ്യം പ്രതീക്ഷിക്കുന്നു? Hallelujah. Everyone who wants to be healed tonight, Jesus will heal you because he loves you. നിങ്ങളെ യേശു സ്നേഹിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും സൗഖ്യം പ്രാപിക്കും. He will not heal to show he is God. No. താൻ ദൈവമാണെന്ന് കാണിക്കേണ്ടതിനായിട്ട് യേശു ആരെയും സൗഖ്യമാക്കുന്നില്ല. No, he loves you and that is why he heals അവിടുന്ന് you. നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവിടുന്ന് നിങ്ങളെ സൗഖ്യമാക്കുന്നത്. കർത്താവ് ആ യേശു ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തി. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ നടന്നാൽ യുവർ ലൈഫ് വിൽ ബി അമേസിങ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ഏറെ അനുഗ്രഹത്തിനായി കർത്താവ് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിനായി പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇടപെടുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വിവാഹം നടക്കാത്ത പെൺകുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് വ്യാകുലപ്പെടുന്ന അപ്പനും അമ്മമാർക്കും ആ വിവാഹം നടക്കാനും പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വിവാഹത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അധികാരമെടുക്കുകയാണ്. അത്ഭുതകരമായി കർത്താവെ ആ തടസ്സങ്ങൾ മാറി ആ ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. അത്ഭുത രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. പരിപൂർണ്ണ വിടുതലാകട്ടെ. കരുണയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമം തന്നെ. ആമേൻ. അടുത്ത ദിവസം വീണ്ടും കാണും വരെയും കർത്താവ് അനുഗ്രഹിക്കും.